സാറേ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് കഴിവൊന്നുമില്ല. ഇതായിരുന്നു നമ്മളടുത്ത് കരിയർ കൗൺസിലിങ്ങിന് വേണ്ടി വന്ന ഒരു കുട്ടിയുടെ ഡയലോഗ്. ആ കുട്ടി ആ സമയത്ത് നീറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യായിരുന്നു. ഒരു പ്രൈവറ്റ് എൻട്രൻസ് കോച്ചിങ് സെന്ററിൽ വെച്ച് ഈ കുട്ടിക്ക് മാർക്ക് റെഗുലർലി കുറവായി വരുന്നത് കണ്ടുകൊണ്ട് കരിയർ കൗൺസിലിംഗ് വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്തതാണ്. അപ്പൊ അതിന്റെ ബേസിസിൽ നമ്മളടുത്ത് വന്നതാണ്. അങ്ങനെ നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോൾ മനസ്സിലായത് എന്താന്ന് വെച്ചാൽ കുട്ടിക്ക് ക്രിയേറ്റീവ് സൈഡാണ് കുറച്ച് കൂടുതൽ. ക്രിയേറ്റീവ് സ്പേഷ്യൽ എബിലിറ്റീസ് നന്നായിട്ടുണ്ട്. ഡിസൈനിങ് ഫീൽഡിലേക്ക് പോവുകയാണെങ്കിലാണ് കുട്ടിക്ക് നന്നായിട്ട് ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുകയെന്ന് നമുക്ക് അസസ്മെന്റിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പൊ അതിന്റെ ബേസിസിൽ കുട്ടിയോട് സംസാരിച്ചപ്പോൾ കുട്ടി പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ കുട്ടി ചെറുപ്പം മുതലേ ഇങ്ങനെ ആക്സസറീസും മറ്റും ലൈഫ് സ്റ്റൈൽ പ്രൊഡക്ട്സ് ഒക്കെ ഡിസൈൻ ചെയ്യാൻ നല്ല താല്പര്യമുള്ള ആളാണ്, അങ്ങനെ ഉണ്ടാക്കാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ കുട്ടി യഥാർത്ഥത്തിൽ എങ്ങോട്ടേക്കാണ് പോകേണ്ടിയിരുന്നത്? കുട്ടിക്ക് ഡിസൈൻ ഫോർ ആക്സസറീസ് അതുപോലെ തന്നെ മറ്റ് ഡിസൈൻ മേഖലയിലുള്ള കോഴ്സുകളാണ് ഈ കുട്ടി ആക്ച്വലി ചെയ്യേണ്ടിയിരുന്നത്. അത് ചെയ്തിരുന്നെങ്കിൽ ആ മേഖലയിൽ ഉന്നതമായിട്ടുള്ള സ്ഥാനം കരസ്ഥമാക്കാനും അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ അതുപോലെ തന്നെ റെപ്യൂട്ടേഷൻ പരമായിട്ടും എല്ലാ തരത്തിലുള്ള സ്ഥാനങ്ങൾ ആ കുട്ടിക്ക് ലഭിക്കുമായിരുന്നു. നമ്മുടെ നാട്ടിൽ എഞ്ചിനീയേഴ്സും ഡോക്ടേഴ്സും മാത്രം മതിയോ? നമ്മൾ ഈ കുട്ടിയെ തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ കുട്ടി പറയാണ്, സാറേ എനിക്ക് കഴിവൊന്നുമില്ല. അപ്പൊ അത്തരത്തിൽ കുട്ടികളുടെ കോൺഫിഡൻസ് വരെ ഡൗൺ ആണ്. അപ്പൊ ആ കുട്ടികളുടെ കഴിവ് എന്താന്ന് പോലും കുട്ടിക്ക് അറിയുന്നില്ല. നമ്മുടെ സൊസൈറ്റി പറയുന്ന പഠിക്കാനുള്ള ആ ഒരു അക്കാഡമിക് പെർഫോമൻസ് നേടാനുള്ള കഴിവ് മാത്രമാണ് ആക്ച്വൽ കഴിവ് എന്ന് പറയുന്നത്. അല്ലാതെ എന്തൊക്കെ കഴിവുകളുണ്ട്? ആൽബർട്ട് ഐൻസ്റ്റൈൻ തന്നെ പറയുകയുണ്ടായി, ഇഫ് യു ജഡ്ജ് എ ഫിഷ് ബൈ ഇറ്റ്സ് എബിലിറ്റി ടു ക്ലൈംബ് എ ട്രീ then for its whole life it will believe that it is stupid. അപ്പൊ നമ്മുടെ കുട്ടികളും യുണീക്കാണ്. അവർ അവരുടെ ലെവലിൽ ജീനിയസസ് ആണ്. അവർക്ക് ഒരുപാട് എബിലിറ്റീസ് ഉണ്ട്. അത് കണ്ടെത്തി അവരുടെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സഹായമാണ്, ഫെസിലിറ്റേഷൻ ആണ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്.